ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹർ വന്നിട്ട് വലിയ സഹതാപമൊക്കെ കാണിക്കുകയാണ്. മനോഹർ പറയുന്നുണ്ട്, ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അതൊക്കെ ഞാൻ അഭിനയിക്കുകയാണെന്ന് പറയുകയുള്ളൂ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് കിരണിനോട് സ്നേഹവും സഹതാപവും മാത്രമുള്ളൂ എന്ന് പറയുകയാണ്. അപ്പം അത് കേൾക്കുന്ന കല്യാണി പറയുന്നുണ്ട്, നീ കാരണം എത്രയോ പെൺകുട്ടികളുടെ ജീവിതം നീ തകർത്തിട്ടുണ്ട്, പിന്നെ എത്രയോ കുഞ്ഞു മക്കളുടെ ജീവിതം നീ ഇല്ലാതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവരോടൊന്നും തോന്നാത്ത സഹതാപവും സ്നേഹവും നിനക്കെന്തിനാ കിരണേട്ടനോട് തോന്നേണ്ട ആവശ്യം? അതും എന്നും നിന്നെ ശത്രുവായി നിന്നെ എപ്പോഴും കാണുമ്പോൾ തല്ലുന്ന ഈ കിരണേട്ടനോട് നിനക്കെന്തിനാ സഹതാപം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനോഹറിൻ്റെ വായ അടഞ്ഞു പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് അവിടേക്ക് താര വരികയാണ്. അപ്പോൾ താരയെ കാണുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, മരുമോൻ വന്നിട്ടുണ്ട് ആൻറ്റി എന്ന് പറയുകയാണ്. അപ്പോൾ എന്തിനാ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവന് കിരണേട്ടനെ കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് കൊണ്ടുവന്നതാണ്. എന്തായാലും ആൻറ്റിയുടെ മോളും അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയൊക്കെ കൂടി വന്ന് കണ്ടുപോയില്ല, അവരൊക്കെ സന്തോഷം പങ്കുവെക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ താര ദേഷ്യത്തോടു കൂടി മനോഹറിൻ്റെ ഷർട്ടിൻ്റെ കുത്തനെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവനെ തല്ലാൻ വേണ്ടി അവനിങ്ങനെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കല്യാണി ചെന്നിട്ട് മാറ്റുന്നുണ്ട്, വേണ്ട ആൻറ്റി നിർത്ത്. അപ്പോൾ മനോഹരൻ പറയുന്നു, വിട് വിട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ താരയെ മാറ്റി നിർത്തുകയാണ്. അപ്പോൾ ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട്, ഇവനെ ഉപദ്രവിച്ചിട്ട് എന്താ കാര്യം ആൻറ്റി? ഇവൻ ആൻറ്റിയുടെ മോളുടെ ജീവിതത്തിലെ കരട് തന്നെയാണ്. പക്ഷേ ആൻറ്റിയുടെ മോൾക്ക് ഇവൻ ജീവനാണ്. ഇവനെ മാറ്റിക്കഴിഞ്ഞാൽ ആൻറ്റിയുടെ മോള് തന്നെയാണ് തകരാൻ പോകുന്നത്. അതുകൊണ്ട് അതങ്ങനെ പൊക്കോട്ടെ എന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ മനോഹർ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ പോയതിനു ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റിരിക്കുകയാണ് നമ്മുടെ കിരൺ. അപ്പോൾ കിരൺ ആണെങ്കിൽ ഓരോരുത്തർ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ കിരണിനോടായിട്ട് നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, അവൻ പോയി എന്ന് പറയാണ്. എല്ലാവരും സന്തോഷിക്കട്ടെ. അവിടെ ചെന്നിട്ട് ഇനിയിപ്പോൾ ഭാര്യയും അമ്മായിയുമൊക്കെ ഇവിടുന്ന് കണ്ടുപോയതിൽ എല്ലാവരും ചേർന്ന് സന്തോഷത്തോടുകൂടി ഈ ഒരു കാര്യം പങ്കുവെക്കട്ടെ. എന്തായാലും ഇതിൻ്റെയൊക്കെ അവസാനം ഒരു ക്ലൈമാക്സ് ഉണ്ടല്ലോ, അതുവരെ അവർ സന്തോഷിക്കട്ടെ. അതിന് ശേഷമായിരിക്കും അവർക്ക് കടി കിട്ടാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ശാരിയെ കാണിക്കുന്നുണ്ട്. ശാരി അങ്ങനെ ഇരുന്നിട്ട് ശാരി കിരണിനെ കാണാൻ വന്ന സമയത്ത് നടന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അങ്ങനെ കൂട്ടുന്നുണ്ട്. പിന്നീട് കാർത്തികയാണ് കാണിക്കുന്നത്. കാർത്തിക ഒരു ഷോപ്പിൽ നിന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ തൻ്റെ കാറിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് ഗംഗപ്രസാദ് ഇവളെ പുറകെ തന്നെയുണ്ട് ഒരു ബൈക്കിൽ. അങ്ങനെ ഗംഗപ്രസാദ് ഫോൺ എടുത്തിട്ട് അവളെ വിളിക്കുകയാണ്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പോവായിരിക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനാടെ ഗംഗപ്രസാദ് എന്ന് പറയുമ്പോൾ ഒന്ന് ഞെട്ടലോട് കൂടി ഫോൺ എടുക്കുകയാണ്. അപ്പോൾ നീ എവിടെ പോയി കഴിഞ്ഞാലും നിൻ്റെ പുറകെ ആയിട്ട് ഞാൻ അല്ലെങ്കിൽ എൻ്റെ ആൾക്കാരുണ്ടാകും. നീ അതുകൊണ്ട് രക്ഷപ്പെടാനൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. നിനക്കറിയില്ല എനിക്ക് എന്താ വേണ്ടതെന്ന്, അതിങ്ങോട്ട് തിരിച്ചു തന്നേക്ക്. തന്നില്ല എന്നുണ്ടെങ്കിലും നിന്നെയും നിൻ്റെ അമ്മയെയും ഞാൻ ഇല്ലാതാക്കുമെന്നൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ്. അതൊക്കെ കേട്ടിട്ട് നമ്മുടെ കാർത്തിക ഒന്ന് പേടിക്കുന്നുണ്ട്. എന്തായാലും ഗംഗപ്രസാദ് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ചിന്തിക്കുകയാണ്, എത്രയും വേഗം തന്നെ കിരണിൻ്റെ വീട്ടിലേക്ക് എത്തണം. അവൾ എത്രയും വേഗം അവളുടെ ഫോൺ എടുത്ത് അവിടേക്ക് എന്നെ കണ്ട കാര്യം, ഞാൻ വിളിച്ച കാര്യങ്ങളൊക്കെ വിളിച്ച് പറയും. അവൾ എന്താ പറയുന്നതെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം. പിന്നെ എത്രയും വേഗം തന്നെ അവിടേക്ക് എത്താമെന്നും കരുതി അവൻ വേഗം തന്നെ വണ്ടിയെടുത്ത് കിരണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതേ സമയത്ത് അവിടെ എത്തുമ്പോൾ നമ്മുടെ കല്യാണിയും കിരണും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കല്യാണി പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ വന്ദനയുടെ ബർത്ത്ഡേ ആണ് ഇന്ന് എന്ന് പറയുന്നുണ്ട്. ഇന്ന് ശരിക്കും വരുണിൻ്റെ ബർത്ത്ഡേ ഒന്നുമല്ല, മനോഹറിനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. വരുൺ തന്നെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം വെച്ചത്. എന്തായാലും അവൾക്ക് നല്ല സമ്മാനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുമല്ലോ കിരൺ. തന്നെയല്ല ആ സരയുടെ സ്വത്തുക്കൾ, സരയുടെ പണമൊക്കെ ഇങ്ങനെ നശിച്ചു പോകുമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം തയ്യാറാക്കിയിട്ട്. എന്തായാലും എന്നോട് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇറങ്ങട്ടെ കിരണേട്ട എന്ന് ചോദിക്കുന്നുണ്ട്. നീ ധൈര്യമായി പോയിട്ട് വായു, എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ആകുള്ളൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഈ റൂമിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്തതിലാണ്. എന്തായാലും എൻ്റെ ശത്രുക്കളൊക്കെ എനിക്ക് അപകടം പറ്റിയെന്ന് വിചാരിച്ചിരിക്കില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നന്നായി, പുറത്തിറങ്ങണ്ട എന്ന് പറയുന്നുണ്ട്. എനിക്കൊരു ആശ്വാസമാകുമല്ലോ, ചുറ്റും ശത്രുക്കളാണല്ലോ എന്ന് പറയുമ്പോഴും. അപ്പം നീ പോകുന്നതോ, നീ പോയി നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് എൻ്റെ കുഞ്ഞിന് ആരുണ്ടടി എന്നൊക്കെ ചോദിച്ച് അങ്ങനെ നിൽക്കുകയാണ്.
ആ സമയത്താണ് പുറത്ത് ബെല്ലടിക്കുന്ന ഒച്ച കേൾക്കുന്നത്. വേഗം തന്നെ കിരൺ തീരെ വയ്യാത്ത പോലെയൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ വാതിൽ തുറന്നു കൊടുക്കുന്നത് നമ്മുടെ താരയാണ്. താരയെ കണ്ടിട്ട് ജെറി അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെ അവിടേക്ക് കല്യാണി വരുന്നുണ്ട്. അപ്പോൾ ഏട്ടനോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ താരയോടായിട്ട് പറയുന്നുണ്ട്, ആളറിയില്ല അല്ലേ, ഇതാണ് കിരണേട്ടനെ രക്ഷിച്ച ജെറിച്ചേട്ടൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ താര വേഗം തന്നെ കൈ രണ്ടെടുത്ത് അവനെ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഇത് എൻ്റെ ആൻറ്റിയാണ്, താര ആൻറ്റി. ഒരു കാലത്ത് ഇവർക്കും എന്നെ പോലെ തന്നെ ഇവർക്ക് ഇപ്പോഴും സംസാരിക്കാൻ കഴിയില്ല എന്ന് കല്യാണി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിലെ ആ പെൺകുട്ടി ഉണ്ടല്ലോ, അവളുടെ അമ്മയാണ് എന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ ചന്ദ്രസേന സാർ എന്നോട് പറഞ്ഞായിരുന്നു എന്ന് നമ്മുടെ ജെറി പറയുന്നുണ്ട്. വായു അകത്തേക്ക് വായു എന്നും പറഞ്ഞ് ക്ഷണിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കയ്യിലൊരു കവറുണ്ട്. നേരെ കിരണിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ ഈ കവറ് കല്യാണിയുടെ കയ്യിൽ കൊടുക്കുകയാണത്. കുറച്ച് ഫ്രൂട്ട്സ് ആണ് എന്ന് പറയുമ്പോൾ എന്തിനാ ജെറിച്ചേട്ടാ ഇതൊക്കെ മേടിച്ചു കൊണ്ട് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ കിരണിന് ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പറ്റായികൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അത് ഒക്കെ കൊടുക്കാവനെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് വാങ്ങിയൊരു സൈഡിൽ ഇങ്ങനെ വെക്കുകയാണ്. ആ സമയത്ത് ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നും പറയാറായിട്ടില്ല, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഓർമ്മ ഇതുവരെയും തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഗംഗപ്രസാദിൻ്റെ മനസ്സിൽ നല്ല സന്തോഷം തന്നെയാണ്. കിരൺ ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്നാണ് നമ്മുടെ കല്യാണിക്ക് ഫോൺ വരുന്നത്, കാർത്തികയുടെ. അപ്പോൾ 1 മിനിറ്റ് ഇട്ടാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ കല്യാണി ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ്. കാർത്തികേച്ചി എന്ന് പറയുകയാണ്. പറയ് ചേച്ചി എന്ന് പറയുമ്പോൾ അതെ, അവൻ ആ ഗംഗപ്രസാദ് അവൻ എൻ്റെ പുറകെ തന്നെയുണ്ട് മോളെ. അവൻ ഇപ്പം തന്നെ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ എവിടെ പോയാലും അവൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാകുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ചേച്ചി എന്തിനാ പേടിക്കുന്നത്? ചേച്ചി പേടിക്കേണ്ട ആവശ്യം എന്താ? ചേച്ചിക്ക് ഇത്രയും നാളുണ്ടായിരുന്ന ധൈര്യമൊക്കെ എവിടെ പോയി? ആ വിക്രത്തിൻ്റെ അച്ഛനെയും ഒക്കെ ഒരു പാഠം പഠിപ്പിച്ചതല്ലേ ചേച്ചിയും ലക്ഷ്മി അമ്മയും കൂടി, അതൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കാർത്തിക പറയാണ്, അവരെ പോലെയല്ല ഗംഗപ്രസാദ്, അവൻ ഇത്തിരി പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. ആരായാലും കുഴപ്പമില്ല, അവൻ എന്തായാലും ഈ നാട്ടിലേക്ക് വന്നത് അവൻ്റെ അന്ത്യം കുറിച്ചുകൊണ്ട് തന്നെയാണ്. അവനെ എന്തായാലും നമുക്കെല്ലാവർക്കും ചേർന്ന് ഇല്ലാതാക്കാം. പിന്നെ ചേച്ചി വിഷമിക്കേണ്ട, ചേച്ചിയുടെ പുറകെ നമ്മുടെ ആൾക്കാരുണ്ടല്ലോ, അച്ഛൻ ആൾക്കാരെ ചേച്ചിയുടെ പുറകെ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ചേച്ചി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നിങ്ങനെ ധൈര്യം കൊടുത്തിങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഗംഗപ്രസാദ് പറയാണ്, അമ്പടി ഇതായിരുന്നില്ല നിൻ്റെ മനസ്സിൽ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഗംഗപ്രസാദ് ചോദിക്കുകയാണ്, ആരാ വിളിച്ചത്? എന്തോ വലിയൊരു പ്രശ്നമുള്ളതുപോലെ തോന്നി, എന്താ സംഭവം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കല്യാണി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ വിളിച്ചത് എൻ്റെ ചേച്ചിയാണ്. ഈ ചേച്ചിയുടെ അമ്മ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു. അതിൽ ആ ഭർത്താവിൽ ആദ്യത്തേൽ ഒരു മകനുണ്ട്. ആ മകൻ ഇവർ സഹോദരിയാണെങ്കിലും ആ സഹോദരൻ ഇപ്പോൾ ഈ സഹോദരിയെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണെന്നൊക്കെ പറയും. അപ്പോൾ അത് എന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൻ്റെ സ്വഭാവം തീരെ ശരിയല്ല, അവനൊരു ക്രിമിനലാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ 3/4 സ്വത്തുക്കൾ ഇവരുടെ പേരിലാണ് എഴുതി കൊടുത്തത് എന്നുള്ള അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഗംഗപ്രസാദ് പറയുന്നുണ്ട്, ഗംഗപ്രസാദ് അല്ലേ, എന്തായാലും ഈ ഗംഗപ്രസാദിനും കൂടി അവകാശപ്പെട്ടതല്ലേ ഈ സ്വത്തുക്കളൊക്കെ. കാരണം ആ അച്ഛൻ്റെ യഥാർത്ഥ മകൻ ഈ ഗംഗപ്രസാദ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പേർക്കും തുല്യമായിട്ടല്ലേ സ്വത്തുക്കൾ കിട്ടേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, അപ്പോൾ കല്യാണി പറയാണ്, കാർത്തികേച്ചിക്കും ലക്ഷ്മി അമ്മയ്ക്കും ഒന്നും സ്വത്തിനോടൊന്നും യാതൊരു താല്പര്യവും ഇല്ല. പിന്നെ അവൻ്റെ കയ്യിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതൊക്കെ ഇല്ലാതാക്കി തീർക്കും. അപ്പോൾ അതാർക്കും ഇല്ലാതായി പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവരങ്ങനെ അത് പിടിച്ചു വെച്ചിട്ടുള്ളത് എന്നിങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അവനെ തുരുത്താനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. ഈ കിരണേട്ടൻ ഇങ്ങനെ കിടപ്പായതുകൊണ്ട് മാത്രമാണ് അവൻ ഇങ്ങനെ വിലസി നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഗംഗപ്രസാദ് മനസ്സിൽ വിചാരിക്കണം, എടി അത് ശരി, നിന്റെ ഭർത്താവ് നീ കിടന്നു കഴിഞ്ഞാൽ നിനക്ക് എന്നെ ഇല്ലാതാക്കണം എന്നാളെ, ശരിയാക്കി തരാടി എന്നൊക്കെ മനസ്സിൽ അങ്ങനെ കരുതിയിട്ട് എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്നും ഗംഗപ്രസാദ് പോവുകയാണ്. ആ സമയത്താണെങ്കിൽ കല്യാണി പറയുന്നുണ്ട്, അയാൾ പോയി എന്ന് പറയുന്നുണ്ട്. എന്തായാലും നീ പോകേണ്ടടുത്തേക്ക് വേഗം പൊക്കോ, വന്ദനയുടെ ഇന്ന് പിറന്നാളല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശരി, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ചതിക്കുന്നവരൊക്കെ നമുക്ക് ഇതേ നാണയത്തിൽ തന്നെ തിരിച്ച് ചതിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ്. കിരണാണെങ്കിൽ ഗംഗപ്രസാദ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. കിരണിന് വേണ്ടിയിട്ട്
കർത്താവിൻ്റെ മുന്നിൽ മെഴുകുതിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നതും അങ്ങനെയൊക്കെ ഇരുന്ന് എന്തൊക്കെയോ സംശയമുണ്ട് എന്തായാലും ഗംഗപ്രസാദിന്. ഉടനെ തന്നെ ആ സംശയങ്ങൾ സത്യമാണെന്ന് തന്നെ മനസ്സിലാവുകയും ഉടനെ നമ്മുടെ ഗംഗപ്രസാദിൻ്റെ അവസാനം വീഴ്ത്തുകയും ചെയ്യുന്നൊരു ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത്. അങ്ങനെ ആ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്